നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ? ഈ രണ്ട് വിഭാഗത്തിൽ പെട്ടതാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഒരാൾക്ക് പൈസ കടം കൊടുത്തിട്ട് ഇപ്പോൾ 4 വർഷത്തിലേറെ കഴിഞ്ഞു. ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പല പ്രാവശ്യം മെസ്സേജ് അയച്ചു. ആദ്യത്തിൽ മറുപടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ കഥകൾ കേട്ടു. ഓരോ കഥ കേൾക്കുമ്പോഴും ഓരോ കഷ്ടപ്പാടിൻ്റെ കുരുക്കിൻ്റെ കഥ കേൾക്കുമ്പോഴും വിട്ടുകൊടുത്ത് ആ മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഇത്രയും കാലം നീണ്ടുപോയത്. ഇപ്പോൾ കുറേ കാലമായിട്ട് മെസ്സേജിന് മറുപടിയില്ല, വിളിച്ചാൽ ഫോൺ എടുക്കൂല. പുള്ളിയുടെ വീട്ടുകാരും അടക്കമായിട്ട് ബന്ധപ്പെട്ടു, പക്ഷേ യാതൊരു കാര്യമില്ല. ഇതെൻ്റെ മാത്രം അവസ്ഥ അല്ല. പൈസ കടം കൊടുത്തിട്ടുള്ള, സ്വന്തം പൈസ മറ്റൊരാളുടെ കയ്യിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഏത് കാര്യത്തിലാണെങ്കിലും അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഇതിലേറ്റവും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണനയുടെ ഒരംശം പോലും അവരാരും തിരിച്ചു തരൂല എന്നുള്ള കാര്യമാണ്. അതിലപ്പുറം ഒട്ടും ട്രാൻസ്പാരൻസി ഉണ്ടാവില്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ. മെസ്സേജ് അയച്ചാൽ മറുപടി ഉണ്ടാവില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, തിരിച്ച് വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ സമയത്തിന് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എല്ലാവരുടെ കാര്യത്തിലും അല്ല കേട്ടോ പറയുന്നത്. പൈസ കടം വാങ്ങി പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് തരുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഇനി അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആ സമയത്ത് വിളിച്ചറിയിച്ച് ആ ബന്ധം നിലനിർത്തി പോകുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെല്ലാവരെയും അല്ല പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും ഈ കടം കൊടുത്ത എക്സ്പീരിയൻസിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളായിട്ടുണ്ടാവുക, കയ്പുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ ട്രാൻസ്പാരൻസി ഇല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം. വിളിച്ചാൽ ഫോൺ എടുത്തൂടെ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മറുപടി അയച്ചൂടെ? ഒരു കാലത്ത് അവരെ വിശ്വസിച്ച് കൂടെ നിന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ സ്നേഹവും അല്ലെങ്കിൽ കരുതലോ സൗഹൃദമോ ഒക്കെ വെച്ചിട്ട് അവരെ കൂടെ നിന്ന ആൾക്കാരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ചൂഷണം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആർക്കും കടം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചങ്ങായിമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ആ ബന്ധം നിലനിന്ന് പോകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം.